السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. قصيدة البردة അനുരാഗത്തിൻ്റെ ധന്യാവിഷ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഈ സെമിനാറിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം. ഖസീദത്തുൽ ബുർദ മുസ്ലിം ലോകത്ത് ഏറെ സുപരിചിതമായ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ കാവ്യ സമാഹാരമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാരഥന്മാരായ സ്വഹാബ കിറാം മുതൽ ഈ കാലഘട്ടം വരെ മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ വലിയ ഇമാമുമാർ ഗദ്യമായും പദ്യമായും പ്രകീർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രഗത്ഭരായ ധാരാളം സ്വഹാബിമാർ മദ്ഹുർ റസൂലിൻ്റെ വിഷയത്തിൽ ഉത്തമമായ മാതൃക സൃഷ്ടിച്ചവരാണ്. ഇവിടെയാണ് മുസ്ലിം ലോകത്ത് വിശ്രുതമായ ഖസീദത്തുൽ ബുർദ ചർച്ചയാകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി സമാഹരിച്ച നിരവധി പ്രകീർത്തന കാവ്യങ്ങൾ, ഹംസിയയും മുളരിയയും തുടങ്ങി നിരവധി പ്രകീർത്തന ഖസീദകൾ മഹാനവറുകളുടെ പേരിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായി ലോക പ്രശസ്തി നേടിയ ഒരു ബൃഹത് കാവ്യ സമാഹാരമാണ് ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്നത്. അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ആരാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഷറഫുദ്ദീൻ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സഅദ് ബിൻ ഹമ്മാദ് ബിൻ മുഹ്സിൻ അസ്സൻഹാജി അൽ ബൂസീരി അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ഖസീദത്തുൽ ബുർദയുടെ രചയിതാവ്. ചെറുപ്പകാലം മുതൽ തന്നെ അറിവിൻ്റെ എല്ലാ മേഖലകളിലും വലിയ അഗാധമായ ജ്ഞാനം നേടിയെടുക്കുകയും ചെയ്ത് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. വഹഫിളൽ ഖുർആന ബിതുഫൂലത്തിഹി, മഹാനവരുടെ ചെറുപ്പകാലത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അങ്ങനെ അറിവിൻ്റെ സകല മേഖലകളിലും തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പകാലങ്ങളിൽ കൊട്ടാരങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടി കവിതകൾ ആലപിക്കുകയും അവിടെ ശത്രുക്കളെ പ്രതിരോധിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ കവിതകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ വലിയ ഒരു ഷെയ്ഖ് കണ്ടുമുട്ടുകയും നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ആ ചോദ്യം ചെറുപ്പക്കാരനായ ഇമാം ബൂസീരിയുടെ മനസ്സിൽ അടയാളപ്പെടുത്തി. അങ്ങനെയാണ് പ്രവാചകാനുരാഗത്തിൻ്റെ മേഖലകളിലേക്ക് സയ്യിദുന ഇമാമിനുൽ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കടന്നു വരുന്നത്. തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി കവിതകൾ എഴുതുകയുണ്ടായി. പല വിഷയങ്ങളിലും മഹാനവറുകൾക്ക് ഖസീദകളുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കവിതകൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചക പ്രകീർത്തന കവിതകൾക്ക് ലഭിച്ച സ്വീകാര്യത മറ്റൊന്നിനും ലഭ്യമായിട്ടില്ല. ആ കൂട്ടത്തിൽ ഖസീദത്തുൽ ബുർദക്ക് ലഭിച്ച സ്വീകാര്യത മറ്റൊരു കവിതകൾക്കും ലഭിച്ചിട്ടുമില്ല എന്നതാണ് വസ്തുത. മഹാനവറുകൾ ഇതിൽ രചിക്കാനുണ്ടായൊരു കാരണമുണ്ട്. തളർവാദം പിടിപെടുകയും ആ കാലഘട്ടത്തിലെ
വൈദ്യന്മാർ പരാജയപ്പെടുകയും ചെയ്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ പ്രകീർത്തനത്തിൻ്റെ കാവ്യ സമാഹാരം നടത്തണമെന്ന് നിയ്യത്ത് ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബുർദ വിരചിതമാകുന്നത്. എഴുതിത്തീരുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണുകയും മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങൾ കൊണ്ട് ഇമാം ബൂസീരിയെ തടകുകയും ചെയ്തു. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന വേള എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും ഭേദപ്പെട്ടിട്ടുണ്ട്, അസുഖങ്ങളിൽ നിന്നെല്ലാം മോചിതരായിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും സുഖകരമായ രീതിയിലാണ് മഹാനവറുകൾ അന്നത്തെ നേരം പുലരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖസീദകൾക്ക് ബുർഉദ്ദ എന്ന ഒരു നാമകരണം കൂടെ ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാവ്യ സമാഹാരം പൂർണ്ണമായും മുത്തുനബി തങ്ങൾക്ക് സ്വപ്നത്തിൽ ചൊല്ലിക്കൊടുക്കുകയും ബഹുമാനപ്പെട്ട അബുർ റജാ തങ്ങൾ പറയുന്നുണ്ട്, ആ സ്വപ്നത്തിന് ഞാനും സാക്ഷിയായിട്ടുണ്ട്. പൂർണ്ണമായും മുത്തുനബി തങ്ങൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങും ഇങ്ങും ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഈ ഖസീദക്ക് വലിയ പ്രചാരണം ലഭിക്കാൻ വേറെയും പല കാരണങ്ങളുമുണ്ട്. ആ കാലഘട്ടത്തിലെ വിശ്രുതനായ ഒരു മഹാൻ, അദ്ദേഹത്തിന് ചെങ്കണ്ണ് ബാധിക്കുകയും കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനാമിൽ വരികയും ഈ ഖസീദയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ പോയി വാങ്ങുകയും നിങ്ങളെ കണ്ണിൽ വെക്കുകയും ചെയ്താൽ നിങ്ങളെ കണ്ണിൻ്റെ രോഗം മാറും എന്ന് പറയുകയും തദടിസ്ഥാനത്തിൽ ആ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖസീദത്തുൽ ബുർദ, ആ ബുർദ വാങ്ങുകയും കണ്ണിൽ വെക്കുകയും രോഗം ഭേദപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഖസീദത്തുൽ ബുർദയുടെ ഖ്യാതി ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്രുതമാകാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ അൽ കവാകിബുദ്ദുരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന വിശ്രുതമായ ഖസീദത്തുൽ ബുർദ ജനങ്ങളിൽ മുസ്ലിം ലോകത്ത് മുഴുവനും വിശ്രുതമായി. അതിനെ വെല്ലാൻ പിന്നീട് ഒരു കവിതകളും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. മഹാന്മാരായ ഷെയ്ഖ് അബുസാദയും ഇമാം അഹല്ലിയും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും ഇമാം നവവി തങ്ങളുടെ ഉസ്താദായ അബൂശാമ തങ്ങളടക്കം ഖസീദത്തുൽ ബുർദക്ക് വിശദീകരണം എഴുതിക്കൊണ്ട് സേവനം ചെയ്തിട്ടുണ്ട്. തസ്ബീഹ് ചെയ്തുകൊണ്ടും തഖ്മീസ് ചെയ്തുകൊണ്ടും നിരവധി മഹത്തുക്കൾ ഈ കവിതയോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ആ കവിതയിൽ മുഴുവനും തുളുമ്പി നിൽക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗമാണ്. ആ അനുരാഗത്തിൻ്റെ ആ ഒരു മേഖലകളിലേക്ക് മഹാന്മാരായ ആളുകളാണ് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോയത്. അത് ഈ കാലഘട്ടത്തും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഖസീദത്തുൽ ബുർദയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം? അതിലേക്ക് കൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രണയാധുരമായൊരു ഹൃദയവുമായി തൻ്റെ പ്രേമഭാജനത്തിലേക്ക് ചെന്നു ചേരാൻ കഴിയാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയപ്പോൾ ഒരാളും അറിയരുത് എനിക്കെങ്ങനെ ഒരു പ്രണയമുണ്ടെന്നോ എൻ്റെ പ്രേമഭാജനം ആരാണെന്നോ അറിയരുത് എന്ന ആ ആഗ്രഹത്തോടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രേമഭാജനവും അതോടൊപ്പം അവരുമായി ബന്ധപ്പെട്ട കൂട്ടുകാരെയും നാടിനെയും നാട്ടിലെ മരങ്ങളെയും പർവ്വതങ്ങളെയും എല്ലാത്തിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അമിൻ തദക്കുരി ജീറാനിൻ ബിദീ സലം മസജിത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമീം. കണ്ണുകൾ കരയുന്നുണ്ട്, പക്ഷേ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല വരുന്നത്, രക്തം ചാലിട്ടൊഴുകുന്നുണ്ട്. കണ്ണുനീരും രക്തവും കൂടി കലർന്നുകൊണ്ടാണ് ഒഴുകുന്നത്. തന്നിൽ നിന്ന് തന്നെ ഒരു ആത്മഗതം ചെയ്യുമ്പോൾ ഒരാളെ സമീപിച്ചുകൊണ്ട് ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്തേ ദീസലമിലുള്ള അയൽവാസിയെ ഓർത്തതിന് വേണ്ടിയാണോ കണ്ണിൽ നിന്ന് രക്തവും കൂടിക്കലർന്ന കണ്ണുനീരിനെ ഒഴുക്കിക്കളയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തുടർന്ന് ഒന്നാമത്തെ ഭാഗം ഗസലാണ്. അവിടുത്തെ ദുഃഖവും പ്രയാസവും അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. അവസാനം ആ ആത്മഗതം ചെയ്യുമ്പോൾ
അഭിസംബോധന ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് മുന്നിൽ തൻ്റെ പ്രണയം തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നെ ആത്മവിമർശനമാണ്. ഞാൻ ഏറ്റവും മോശക്കാരനാണ്, എൻ്റെ അമ്മാറത്തുൻ നഫ്സിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിമർശനവും അതിനെ സംസ്കരിക്കാനുള്ള വഴികളെയും സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ പ്രേമഭാജനമായ അനുരാഗത്തിൻ്റെ എല്ലാമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളിലേക്ക്, പ്രശംസകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതൊരു ഒഴുക്കാണ്. എവിടെ പറയണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത വിധമുള്ള വല്ലാത്തൊരൊഴുക്കാണ്. ആ സമയത്താണ് പറഞ്ഞു മുത്തുനബി തങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച്, സ്വഭാവത്തെ സംബന്ധിച്ച്, ആത്മീയമായ ഗുണങ്ങളെ സംബന്ധിച്ച്, ഭൗതികമായ സൗന്ദര്യത്തെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞ് അവസാനം ചെന്നെത്തുന്നത് എല്ലാം പറഞ്ഞു. അവസാനം പറയാനുള്ളത് ദൈവമല്ല. ജൂതനസാറാക്കൾ ദൈവപരിവേഷം അവരുടെ പ്രവാചകന്മാർക്ക് നൽകിയതുപോലെ അങ്ങനെ ദൈവമാക്കാൻ വഴിയില്ല. മലക്കാണോ? മലക്കിൻ്റെ സ്വഭാവങ്ങളും അല്ല. പിന്നെയോ സാധാരണ മനുഷ്യനാണോ? അതുമല്ല. കാരണം സാധാരണ മനുഷ്യരിൽ നിന്നെല്ലാം വ്യതിരിക്തരാണ്. അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനായും ഗണിക്കാൻ കഴിയുന്നില്ല. അവസാനം ചെന്നൊരു ഉത്തരമുണ്ട്. എന്താണ്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, ദൈവമല്ല. ദൈവത്തിൻ്റെ ഒരു സവിശേഷതകളുമില്ല. മലക്കോ ജിന്നോ അല്ല, മനുഷ്യനാണ്. അവിടെ സ്റ്റക്കാവുകയാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് ഒരു വരി ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിൽ വന്നുകൊണ്ട് ബാക്കി ചൊല്ലാൻ പറയുന്നുണ്ട്. പക്ഷേ മഹാനവറുകൾക്ക് കഴിയുന്നില്ല എന്ന സങ്കടം ബോധിപ്പിക്കുമ്പോൾ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുക്കുകയാണ്. ആ ഒരു വരി അടങ്ങുന്ന സ്വലാത്താണ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്ന ആ വരി. അതെന്തുകൊണ്ടാണ് ഓരോ വരികൾക്കിടയിലും ഈ ഒരു സ്വലാത്തിനെ ചൊല്ലണം എന്ന് നിർദ്ദേശിക്കുന്നത്? അത് മുത്തുനബി തങ്ങളുടെ തിരുനാവിൽ നിന്ന് വന്ന ആ പദപ്രയോഗങ്ങൾ അടങ്ങുന്ന ഒരു സ്വലാത്താണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവറുകൾക്കുണ്ടായ അടങ്ങാത്ത അനുരാഗത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയായിരുന്നു എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മഹാനവറുകളുടെ ബുർദ പോകുന്ന വഴി അവിടുത്തെ ജന്മവും ജന്മസമയവും ജന്മസ്ഥലവും എല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ നടന്ന, ആ സമയത്ത് നടന്ന അത്ഭുതങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് തുടർന്ന് അങ്ങനെ പോവുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ വിഷയങ്ങളിലേക്ക്, അഥവാ അവിടുത്തെ മുഅ്ജിസത്തുകളിലേക്ക്, പരിശുദ്ധമായ ഖുർആനിലേക്ക്, അവിടുത്തെ സമരങ്ങളിലേക്ക്, അതുപോലെ എല്ലാ മേഖലകളിലേക്കും കടന്നുപോയി ഹൃദ്യമായ വാക്കുകളിലൂടെ ഓരോ വരികളിലും വിശാലമായ ചരിത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ജീവിതത്തിനെ മുഴുവനും ആ വരികളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു കൊണ്ടുപോവുകയാണ്. അവസാനം മുത്തുനബി തങ്ങളെ ഇടയാളനാക്കിയിട്ട് അവിടുത്തോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പേരും എൻ്റെ പേരും ഒരുപോലെയാണല്ലോ, അതെൻ്റെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ ബുർദയുടെ സമാപനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി എന്ന് നേരിട്ട് വിളിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ പറയുകയും തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത് അള്ളാഹുവിലേക്ക് തൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ് ഖസിയത്തുൽ ബുർദയിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രവാചകാനുരാഗത്തിൻ്റെ വലിയ ഒരു ധന്യാവിഷ്കാരം നടത്തുകയാണ് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. മറ്റു കാവ്യങ്ങൾക്കോ കവിതകൾക്കോ ലഭിക്കാത്ത സ്വീകാര്യത ഈ ഖസീദക്ക് ലഭിക്കാനുണ്ടായ കാരണം ആ മഹാനുഭാവൻ്റെ അറിവും ആത്മീയമായ വിശ്വാസങ്ങളും അവിടുത്തെ ഉന്നതമായ ദറജകളുമാണ് എന്ന് മഹാന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യം കൂടെ നമ്മളിവിടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ കവിതയും കവിയും ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് വിശ്രുതമായ ഖസിയത്തുൽ ബുർദ അനുരാഗത്തിൻ്റെ ധന്യാവിഷ്കാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.